ലോകരാഷ്ട്രീയം നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണോ എന്ന ചോദ്യം ഉയർത്തുന്ന പുതിയ സംഭവ വികാസങ്ങൾ ഇപ്പോൾ ലോകശ്രദ്ധ ആകർഷിക്കുകയാണ്. ഇസ്രായേലുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ അവസാന ഷാ ആയിരുന്ന മുഹമ്മദ് റെസ പെലവിയുടെ മകൻ റെസ പെലവി രാജ്യത്ത് ഭരണമാറ്റത്തിനായി ആഹ്വാനം ചെയ്തതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇസ്ലാമിക് റിപ്പബ്ലിക് അവസാനിച്ചു, അത് തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച റെസ പെലവി രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു. ചൊവ്വാഴ്ച വൈകുന്നേരം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാവി ശോഭനമാണ്, ഒരുമിച്ച് നാം ചരിത്രത്തിന്റെ താളുകൾ തേക്കും എന്നും പെലവി കൂട്ടിച്ചേർത്തു. ഇറാനിന്റെ നിലവിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഒരു രഹസ്യ ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണെന്നും അദ്ദേഹത്തിന് രാജ്യത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നും പെലവി ആരോപിച്ചു. ഭയന്നു വിറച്ച ഒരു എലിയെ പോലെയാണ് ഖമേനി ഒളിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പരിഹസിച്ചു. ഇറാന്റെ നിലവിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഒരു രഹസ്യ ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണെന്നും അദ്ദേഹത്തിന് രാജ്യത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നും പെലവി ആരോപിച്ചു. ഭയന്നു വിറച്ച ഒരു എലിയെ പോലെയാണ് ഖമേനി ഒളിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പരിഹസിച്ചു. ഇറാന്റെ സൈനികരോടും നിയമപാലകരോടും സുരക്ഷാ സേനകളോടും സർക്കാർ ജീവനക്കാരോടും ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ പെലവി അഭ്യർത്ഥിച്ചു. തകർച്ച ആരംഭിച്ച ഒരു ഭരണകൂടത്തിന് വേണ്ടി ഇറാനിയൻ ജനതയ്ക്ക് എതിരായി നിൽക്കരുത്. ജനങ്ങൾക്കൊപ്പം നിന്നാൽ നിങ്ങൾക്ക് ജീവൻ രക്ഷിക്കാം. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ നിന്ന് ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിലേക്കുള്ള ഇറാന്റെ മാറ്റത്തിൽ ഒരു ചരിത്രപരമായ പങ്ക് വഹിക്കുക അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇസ്രായേൽ സൈനിക ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിൽ വലിയ ആശയക്കുഴപ്പങ്ങളും അരാജകത്വവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ആഹ്വാനം വരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനിൽ ഭരണമാറ്റം വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ ഒരു ആണവായുധം സ്വന്തമാക്കുന്നത് തടയുക എന്നതാണ് നെതന്യാഹുവിന്റെ പ്രധാന ലക്ഷ്യം. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ നില 60% കടന്നത് ആണവായുധ നിർമ്മാണത്തിനുള്ള സാങ്കേതികപരമായ ഒരു പടി മാത്രമാണെന്നും 90% എത്താൻ അധിക സമയം എടുക്കില്ല എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഇത് അസ്വീകാര്യമാണ് എന്നും അനുവദിക്കാൻ കഴിയില്ല എന്നും ട്രംപ് മുൻപ് വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ IAEA സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് മുൻപ് ഇറാൻ ഒരു മതേതര രാജ്യമായിരുന്നു. അന്ന് മുഹമ്മദ് റെസ പെലവി ഷാ ആയിരുന്നു ഭരണം നടത്തിയിരുന്നത്. അദ്ദേഹം ഇറാനെ ഒരു ഭരണഘടനാപരമായ രാജ്യഭരണത്തിലേക്കും ജനാധിപത്യ മൂല്യങ്ങളിലേക്കും നയിക്കാൻ ശ്രമിച്ചു. എന്നാൽ അടിച്ചമർത്തലും സാമ്പത്തിക അസമത്വങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള അടുത്ത ബന്ധങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ അസംതൃപ്തിക്ക് കാരണമായി. ഷായുടെ രഹസ്യ പോലീസ് സേനയായ സവാക്ക് വിയോജിപ്പുകളെ ക്രൂരമായി അടിച്ചമർത്തുകയായിരുന്നു. 1979 ഷാ ഇറാനിൽ നിന്ന് പലായനം ചെയ്തതിന് ശേഷം ആയത്തുള്ള ഖുമൈനി അധികാരത്തിൽ വരികയും ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുകയും ചെയ്തു. റെസ പെലവി ഇപ്പോൾ അമേരിക്കയിൽ പ്രവാസിയായി കഴിയുകയാണ്. അദ്ദേഹം രാജഭരണം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും മറിച്ച് അഹിംസാത്മകമായ സിവിൽ നിയമലംഘനത്തിലൂടെയും ഒരു പുതിയ സർക്കാരിനായുള്ള ഹിതപരിശോധനയിലൂടെയും ഒരു മതേതര ജനാധിപത്യ ഇറാൻ സ്ഥാപിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും പറയുന്നു. എന്നിരുന്നാലും ഇറാനിൽ ഈ ആശയത്തിന് എത്രത്തോളം ജനപിന്തുണയുണ്ടെന്ന് ഉറപ്പില്ല. ഇസ്ലാമിക് വിപ്ലവത്തിന് മുമ്പുള്ള ഇറാനെ ഓർക്കാൻ തക്ക പ്രായമുള്ളവർ അധികമാരുമില്ലാത്തതുകൊണ്ടും രാജ്യം അന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അവസ്ഥയിലായതുകൊണ്ടുമാണ് ഈ അനിശ്ചിതത്വം. എന്നിരുന്നാലും പ്രവാസികളായ ഇറാനികൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ പിന്തുണയുണ്ട്. അവസാന ഷായായ മുഹമ്മദ് റെസ പെലവിയുടെ മകനായതുകൊണ്ട് പലപ്പോഴും രാജകീയ പദവികളോടുകൂടിയാണ് റെസ പെലവിയെ പലരും വിശേഷിപ്പിക്കാറുള്ളത്. അദ്ദേഹത്തെ പ്രവാസിയായ കിരീടാവകാശിയായി ഇപ്പോഴും കണക്കാക്കപ്പെടുന്നു. 1925 റെസ ഷാ പലവി എന്ന സൈനിക ഉദ്യോഗസ്ഥൻ ഖജർ രാജവംശത്തെ അട്ടിമറിച്ച് അധികാരത്തിൽ വന്നതോടെയാണ് പെലവി രാജവംശം ഇറാനിൽ അധികാരത്തിലെത്തിയത്. റെസ ഷാ വ്യാപകമായ ആധുനികവൽക്കരണ ശ്രമങ്ങൾക്ക് തുടക്കമിട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വജാധിപത്യപരമായ ഭരണവും നാസി ജർമ്മനിയുമായുമുള്ള ബന്ധവും കാരണം 1941 സഖ്യകക്ഷികൾ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി. അദ്ദേഹത്തിന് ശേഷം മകൻ മുഹമ്മദ് റെസ ഷാ പലവി അധികാരമേറ്റു. ഇദ്ദേഹമാണ് 1979 ഇസ്ലാമിക് വിപ്ലവത്തിലൂടെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട അവസാന ഷാ. മുഹമ്മദ് റെസ ഷാ പെലവി 1980 ഈജിപ്തിൽ വെച്ച് അന്തരിച്ചു. ഇനി റെസ പെലവി തന്റെ ആഹ്വാനത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് തകർന്നതിന് ശേഷമുള്ള സാഹചര്യം ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കോ അസ്ഥിരതയിലേക്കോ രാജ്യത്തെ നയിക്കില്ലെന്ന് ഉറപ്പു നൽകി. ഇറാന്റെ ഭാവിക്കും അതിന്റെ പുരോഗതിക്കും ഒരു പദ്ധതിയുണ്ടെന്നും ഭരണകൂടം വീണതിനു ശേഷമുള്ള ആദ്യ 100 ദിവസങ്ങളിലേക്കും ഒരു പരിവർത്തന കാലഘട്ടത്തിലേക്കും ഇറാനിയൻ ജനങ്ങളാൽ ഇറാനിയൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദേശീയ ജനാധിപത്യ സർക്കാർ സ്ഥാപിക്കുന്നതിനും തങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്ക് മറുപടിയായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാൻ ഒരിക്കലും ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും അടിച്ചേൽപ്പിക്കപ്പെടുന്ന സമാധാനം വേണ്ടെന്നും അദ്ദേഹം ടെലിവിഷൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഏതെങ്കിലും തരത്തിലുള്ള US സൈനിക ഇടപെടൽ ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. സദ്ദാം ഹുസൈന്റെ വിധിയാണ് ഖമേനിയെ കാത്തിരിക്കുന്നതെന്ന് ഇസ്രായേലും മുന്നറിയിപ്പ് നൽകിയിരുന്നു.
ഈ സാഹചര്യങ്ങൾ ഇറാനിലെ രാഷ്ട്രീയ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്.